ജോസ് തോമസ് എന്ന പ്രശസ്തനായ ഗിറ്റാറിസ്റ്റ് വിടവാങ്ങി. ഇന്ന് അദ്ദേഹം ഈ ലോകത്തിൽ നിന്നും പൂർണ്ണമായി അപ്രത്യക്ഷനായി. എല്ലാവർക്കും അദ്ദേഹം പ്രശസ്തനായ ഗിറ്റാറിസ്റ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ സ്വന്തം ജോസപ്പൻ, എന്നെ കൈപിടിച്ച് നടത്തിയ കൂട്ടുകാരൻ, ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ്. കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രശസ്തരായ ഗായകർ, സംഗീത സംവിധായകർ, ബഹുമാന്യരായ SP ബാലസുബ്രഹ്മണ്യം, MG ശ്രീകുമാർ, വേണുഗോപാൽ, മധു ബാലകൃഷ്ണൻ, M ജയചന്ദ്രൻ, ശരത്ത് തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രശസ്തരായ കലാകാരന്മാർക്കൊപ്പം അദ്ദേഹം ഗിറ്റാർ വായിച്ചു. നാല് ദിവസം മുൻപേ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും 18 മണിക്കൂർ നേരം ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങവേ ഹൃദയസ്തംഭനം മൂലം മരണമടഞ്ഞു. പ്രിയപ്പെട്ട കൂട്ടുകാരന് പ്രണാമം. 80കളുടെ അവസാനം ഞങ്ങൾ തിരുവനന്തപുരത്ത് വച്ചാണ് ആദ്യമായി കണ്ടുമുട്ടുന്നത്. സംഗീതം അന്വേഷിച്ച് സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ എത്തിയവർ. ടോമിച്ചൻ, റെജി, ജോമോൻ, റന്നപ്പൻ, ജോസപ്പൻ, പിന്നെ ഒപ്പം ഞാനും. അല്പം വൈകി എൻ്റെ പ്രൈമറി സ്കൂളിലെ കൂട്ടുകാരൻ റെജിമോനും ഒപ്പം കൂടി. താമസിക്കാൻ ഒരു വീട് അന്വേഷിച്ചു. വഴുതക്കാട് ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷന് എതിർവശം പ്രശസ്തനായ കഥാപ്രസംഗകൻ ജോസഫ് കൈമാപ്പറമ്പൻ സാറിൻ്റെ വീടിൻ്റെ ഒരു ഭാഗം ഞങ്ങൾക്ക് ലഭിച്ചു. ശ്രുതി എന്ന് ആ വീടിന് ഞങ്ങൾ പേരിട്ടു. അവിടെ ആരംഭിച്ച ആ സ്നേഹബന്ധം മറക്കാനാവില്ല. രാവിലെ മിക്കവാറും കാപ്പി കുടിയൊന്നുമില്ല. ഉച്ചക്കത്തെ ഊണ് 4 മണിക്ക് മടങ്ങി വന്നതിന് ശേഷമാകും. ചോറും ഒരു കറിയുമൊക്കെ, ഇടയ്ക്കിടെ ചില മാറ്റങ്ങൾ. പിന്നെ രാത്രിയിൽ മിക്കവാറും തട്ടുകട. സിനിമയ്ക്ക് പോകുന്നതൊക്കെ കയ്യിലെ ചില്ലറയെല്ലാം എണ്ണിത്തിട്ടപ്പെടുത്തി. ഓട്ടോറിക്ഷയ്ക്ക് പോയി വരാൻ പലപ്പോഴും പൈസ തികയാറില്ല. പിന്നെ ഒരുമിച്ച് രാത്രി നടക്കും ശ്രുതിയിലേക്ക്. കട്ടിലൊന്നുമില്ല കിടക്കാൻ. എല്ലാവരും ഒരുമിച്ച് നിലത്ത് പായും ഷീറ്റും വിരിച്ച് കിടന്നുറങ്ങും. ഓരോ ദിവസവും എത്രയോ രസകരമായ കാര്യങ്ങൾ, സംസാരങ്ങൾ, തമാശകൾ. സംഗീതം അത് പ്രധാനമായിരുന്നു. ചർച്ചകൾ. അങ്ങനെ ജോസപ്പൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു, കഷ്ടപ്പെടുമായിരുന്നു. പിന്നെ ദൈവം നൽകിയ അത്ഭുത സിദ്ധി, അതാണ് ജോസപ്പനെ ഇത്രത്തോളം ഉയർത്തിയത്. ജോസപ്പൻ ഒത്തിരി സൈലൻ്റായിരുന്നു. മുതിർന്ന സഹോദരങ്ങൾക്ക് വൈകി കിട്ടിയ കൊച്ചനുജനായിരുന്നു ജോസപ്പൻ. ചേട്ടൻ ഒരാൾ വൈദികൻ, ചേച്ചിമാർ 2 പേരും സിസ്റ്റേഴ്സ്. ആ ഒരു കുടുംബ പശ്ചാത്തലം ആകാം എപ്പോഴും എളിമയോടെ മാത്രം സംസാരിക്കുന്ന, ഒരിക്കലും അരിശപ്പെടാത്ത ജോസപ്പൻ. പക്ഷേ വല്ലാത്ത ഒരു ബന്ധവും കരുതലും സ്നേഹവുമായിരുന്നു. തനിയെ ഇരിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയും. തിരുവനന്തപുരം നിറയെ പ്രോഗ്രാമുകളുടെയും ഉത്സവങ്ങളുടെയും നാടല്ലേ. ഞങ്ങൾ 2 പേർ തനിച്ച് പല ഗാനമേളകളും കാണാൻ ജനക്കൂട്ടത്തിനിടയിലൂടെ തിക്കിത്തിരക്കി പോകുന്നത് ഇപ്പോഴും ഓർമ്മയിലാണ്. കരമനയും വലിയ ശാലയും, തമ്പാനൂരും വഴുതക്കാടും തൈക്കാടും, വെള്ളയമ്പലവും പാളയംപള്ളിയും, മ്യൂസിയവും നിശാഗന്ധിയും കനകക്കുന്നും, VJT ഹാളും ഈസ്റ്റ് ഫോർട്ടും ശംഖുമുഖവും, അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ വഴി സൈഡിലൂടെയെല്ലാം ഒത്തിരി നടന്നിട്ടുണ്ട്. നടക്കുമ്പോൾ കയ്യിൽ പിടിക്കും, പറഞ്ഞു വരുമ്പോൾ കണ്ണു നിറയും. മനസ്സിന് വല്ലാത്ത ഖനം. ഇനി ജോസപ്പനില്ലല്ലോ.
ജോമോൻ നേരത്തെ പോയി. ഇപ്പോൾ ജോസപ്പനും. ഒരുപാട് പ്രോഗ്രാമുകളിലായി ഓരോ സ്ക്രീനിൽ തെളിയുമ്പോൾ അഭിമാനത്തോടെ ഞാൻ പറയുമായിരുന്നു, ഇതെൻ്റെ ജോസപ്പനാണെന്ന്. എല്ലാം സഹിക്കാൻ മിനിക്കും മക്കൾക്കും സഹോദരങ്ങൾക്കും ദൈവം ബലം നൽകട്ടെ. ഒത്തിരി ആഗ്രഹമായിരുന്നു ഇനി ഒരിക്കൽ കൂടെ പഴയതുപോലെ ജോസപ്പനുമായി എല്ലാവരുമായി ഒരുമിച്ചങ്ങനെ. സാധിക്കില്ല എന്ന് പിതാവ് പറഞ്ഞതുപോലെ സ്വർഗത്തിലെ കൊയറിൽ ജോസപ്പനുണ്ടാകും തീർച്ച. വിട പറയുന്നില്ല, മുൻപേ പോയി എന്ന് മാത്രം.